RSS തീരുമാനിക്കുന്നത് മാത്രമേ, RSSന് ഇഷ്ടപ്പെടുന്നത് മാത്രമേ മറ്റുള്ളവർ പറയാവൂ എന്ന് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത്? ആയിക്കോട്ടെ, ജനാധിപത്യ രാജ്യത്ത് റേവന്ത് റെഡ്ഡിയെ വിമർശിച്ചതിന് താങ്കളെ പോലെ 2 വനിതാ പത്രപ്രവർത്തകരെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തല്ലോ. ജനാധിപത്യത്തിന് എന്തു സംഭവിച്ചു? രേവന്ത് റെഡ്ഡി ചെയ്താലും പിണറായി വിജയൻ ചെയ്താലും നരേന്ദ്രമോദി ചെയ്താലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ കൈ കടത്തുന്നത് തെറ്റ് തന്നെയാണ്. അത് പറയുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. ഭയങ്കര. ഞങ്ങൾ ആരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ജനാധിപത്യപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചതാ. 51 വെട്ടാൻ പോയിട്ടില്ല. 51 വെട്ടാൻ പോയിട്ടില്ല. കല്ലെടുത്തെറിയാൻ പോയിട്ടില്ല. പ്രതിഷേധം RSSന് പ്രതിഷേധം. എന്താ തെറ്റ്? ഞങ്ങളെ കോൺഗ്രസുകാർ വിമർശിക്കുന്നതിലും ഇനി അധിക്ഷേപിക്കുന്നതിലും ഞങ്ങൾക്കൊരു വിഷമവുമില്ല. കാരണം എന്താ അറിയോ? കോൺഗ്രസുകാർ ഞങ്ങൾക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളാൻ തുടങ്ങിയിട്ട് 11 കൊല്ലമായി. ഹേ നൗഷാദ് അലി, മഹാത്മാഗാന്ധിജിയുടെ നാട്ടിൽ ഗുജറാത്തിൽ കോൺഗ്രസിനെ അവർക്ക് വേണ്ടാതായിട്ട്, ആ വാക്കെന്നെ ഞാൻ ഉപയോഗിക്കുന്നത്, വേണ്ടാതായിട്ട് 30 കൊല്ലമായി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രാജ്കോട്ടിൽ, പോർബന്തറിൽ അവിടെയാണല്ലോ മഹാത്മജി ജനിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല. ശിവദാസിന് മറുപടി കൊടുത്തോട്ടെ. നിങ്ങൾക്ക് എന്താ വിഷമോ? ഇവൻ ശരിയല്ല. എന്താ പറഞ്ഞത്? BJPക്കാർ, RSSകാർ മാരിച്ചാബിയിലും സൈനിഭാരിയിലും കൂട്ടക്കൊല നടത്തി 55,000 പൊളിറ്റിക്കൽ മർഡർ നടത്തിയിട്ടാ ശിവദാസൻ സാറേ നിങ്ങളുടെ പാർട്ടി ബംഗാളിൽ കുത്തുപാള എടുത്തത്. കുത്തുപാള. MLA ഉണ്ടോ? ഒരു MP ഉണ്ടോ? കഷായത്തിൽ കൂട്ടാൻ ആളുണ്ടോ? പിന്നെ ചൂടാണ്ട് ഇല്ല. ഞാനൊക്കെ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോ നിങ്ങളുടെ പാർട്ടിക്കാർ പ്രസംഗിക്കും, ബംഗാളിലേക്ക് നോക്കൂ, ബംഗാളിലേക്ക് നോക്കി ഞങ്ങള്. എന്താ കാണുന്നതെന്നറിയോ? കോഴിമുട്ട വട്ടപൂജ്യം.